അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് ഇതുപോലത്തെ ഒരു ബോക്സാണ്. മറ്റേ ഐസ്ക്രീമിൻ്റെ ഒക്കെ നമ്മൾ കഴിച്ച് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ബോക്സ് ഉണ്ടാവും. ഇതുപോലത്തെ ഒരു ബോക്സാണ് നമുക്ക് വേണ്ടത്. ഇതിപ്പോൾ നമുക്ക് ഇതിന് വേറെ ചിലവൊന്നുമില്ല. പിന്നെ ഒരു 3 റബ്ബർ ബാൻഡ് മതി. 3 നല്ല ടൈറ്റ് വരണം, അതിനുള്ള റബ്ബർ ബാൻഡ് മതി. അപ്പോൾ നമ്മളിതിങ്ങനെ റബ്ബർ ബാൻഡ് നമ്മളിങ്ങനെ ടൈറ്റാക്കി ഇടുക. നല്ല ടൈറ്റിൽ ഇതിന് ഇടുക. ഇത് ഗ്യാപ്പുകളുണ്ട, ഇത് ഗ്യാപ്പുകളിലേക്ക് ഇങ്ങനെ കയറ്റിയിടുക. അപ്പോൾ അങ്ങോട്ട് അനങ്ങാണ്ട് കറക്റ്റ് ലെവലിൽ കിടന്നോളൂ. ഇതേപോലെ ഇടുക. അങ്ങനെ 3 റബ്ബർ ബാൻഡ് ഇതിലിടുക. റബ്ബർ ബാൻഡ് ഇങ്ങനെ അടുപ്പിച്ചിട്ടാൽ മതി. ഇത് 2 ഇട്ടു. 3ാമത്തെ റബ്ബർ ബാൻഡ് ഇതേപോലെ വലിച്ചിടുക. 3 റബ്ബർ ബാൻഡ് വലിച്ചിടുക. നീക്കിയിടുക. എന്നിട്ട് ഓരോ ലെവലിൽ വരുന്ന വിധത്തിൽ വലിച്ചിടുക. വലിച്ച് നല്ല ടൈറ്റ് കിട്ടണ, ടൈറ്റ് കിട്ടണം, നല്ല കാര്യമുള്ളൂ. പിന്നെ ഇതേപോലത്തെ ഒരു കല്ലിൻ്റെ കഷ്ണം എടുത്തിട്ടേ നമ്മളിതിങ്ങനെ അടിച്ചു വെക്കണ്ട. ഒഴിക്കുക, തിരിച്ചു പിടിച്ചിട്ട് അത് കറക്റ്റ് നമുക്ക് സൗണ്ട് കിട്ടും. ശരിക്കും നമ്മളെ നന്ദുണിയിലേക്ക് ഒരു ചെറിയ സൗണ്ട് വരും. നന്ദുണിയിലെ ചെറിയൊരു സൗണ്ട് വരുന്നുണ്ട്. ഇതിപ്പോൾ എനിക്ക് ശരിക്കും നന്ദുണി അങ്ങനെ കറക്റ്റായിട്ട് കൊട്ടാരെന്നറിയില്ല. അപ്പോൾ അത് കൊട്ടുന്ന ആൾക്കാർക്ക് അതിൻ്റെ ഇതിൽ കറക്റ്റായിട്ട് മനസ്സിലാവും. ഇത് സൗണ്ട് നമുക്ക് കിട്ടുന്ന വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ഇതാണത്. ഇതിന് പകരം വേറെ എന്ത് ഉപയോഗിച്ചാൽ നമുക്ക് ഈ സൗണ്ട് കിട്ടില്ല. സൗണ്ട് കറക്റ്റ് കിട്ടണല്ലോ. ഇതാ പിന്നെ ആദ്യം ഇതിങ്ങനെ അവൻ യൂസ് ചെയ്യുന്ന കാണാം നമുക്ക്. അവനാണ് ഈ സാധനം ശരിക്കും ഉണ്ടാക്കിയത്. അപ്പോൾ ഒരു ദിവസം ഇങ്ങനെ ചെയ്യുന്ന കണ്ടപ്പോൾ ഞാൻ നോക്കിയതാ ഇതെന്തൊരു സംഭവം എന്ന്. അപ്പോൾ അവൻ്റെയാണ് ഇതിൻ്റെ ഫുൾ ഐഡിയ. അപ്പോൾ ഞാനപ്പോൾ അതൊരു ചെറിയൊരു വീഡിയോ ആക്കി ചെയ്യാമെന്ന് ചോദിച്ചാൽ കേട്ടോ. സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാവുന്ന കാര്യമുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് ഉണ്ടാക്കിക്കോ. ഇതിന് വേറെ ചിലവൊന്നുമില്ലല്ലോ. അപ്പോൾ നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.